എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനങ്ങളിലൊന്നാണ് ഈ കോൺ. ഇതെവിടെ കണ്ടാലും ഞാൻ വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ ആരെവിടെ കണ്ടാലും എനിക്ക് വാങ്ങി കൊണ്ടുവരാറുമുണ്ട്. ഞാൻ കോൺ ആദ്യമായിട്ട് കഴിക്കണത് ചെറുതാവുമ്പോൾ സേലത്തുള്ള അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിൽക്കാൻ പോയപ്പോഴാണ്. അന്ന് എനിക്കിത് എന്താന്ന് പോലും അറിയില്ലായിരുന്നു. അന്ന് അമ്മയും അവിടുത്തെ ആന്റിയും കൂടിയാണ് എനിക്കിത് ഉണ്ടാക്കി തന്നത്. അന്നൊന്നും ഞങ്ങളുടെ ഇവിടെ ഇത് കിട്ടാഞ്ഞിട്ടാണോ ഞങ്ങൾ വാങ്ങാഞ്ഞിട്ടാണോ എനിക്കറിയില്ല. പിന്നെ ഞാൻ കഴിച്ചത് ഒരു തവണ ചെന്നൈ പോയപ്പോഴാണ്. എനിക്കിത് കഴിക്കാൻ ഇഷ്ടമുള്ളതുപോലെ തന്നെ ഇതിങ്ങനെ നന്നാക്കണത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈ ആയിട്ടുള്ള കാര്യമാണ്. ഇതിങ്ങനെ മുത്തുപോലെ കിട്ടുമ്പോൾ എനിക്ക് മാലയിലെ മുത്ത് പോലെ തോന്നും. പിന്നെ കുറച്ച് വലുതായപ്പോ ഇവിടെ ബീച്ചിലും മോളിലൊക്കെ സ്വീറ്റ് കോണും മസാല കോണൊക്കെ ഞാൻ വാങ്ങി കഴിക്കാൻ തുടങ്ങി. ഇപ്പൊ പിന്നെ എല്ലായിടത്തും വാങ്ങാൻ കിട്ടാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങി ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങി. അവിടെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഈ ചോളത്തിന്റെ കഥ. ചോളം ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചത്. പക്ഷെ ഉണ്ടടോ, ഈ ചോളം കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക്. എന്റെ കുട്ടിക്കാലത്ത് ഇത് വല്ലപ്പോഴും കിട്ടുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്ര ഇഷ്ടം. പക്ഷെ അവളെ കാര്യത്തിൽ നേരെ തിരിച്ചാണിത്. എപ്പോഴും കാണുന്നതുകൊണ്ട് തന്നെ അവൾക്കിത് കണ്ണെടുത്താൽ കണ്ടുകൂടാ. വീട്ടിലാവുമ്പോ ആൾക്കാരുടെ എണ്ണം കുറവുള്ള സമയത്തായിരിക്കും ഞാനിത് ഉണ്ടാക്കി കഴിക്കുക. അതാവുമ്പോ മൊത്തം എനിക്ക് കഴിക്കാലോ. പക്ഷെ ഹോസ്റ്റലിനിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുമ്പോൾ എനിക്ക് ആ ടെൻഷന്റെ ആവശ്യമില്ല. കാരണം അവൾക്കത് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് മൊത്തം എനിക്ക് തന്നെ കഴിക്കാം. അങ്ങനെ കുട്ടിക്കാലത്ത് വല്ലപ്പോഴും കൊതിച്ചു കഴിച്ചുകൊണ്ടിരുന്ന സാധനം ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊതിയോടെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പോയി ഇനി സമാധാനത്തോടെ കഴിക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.